അസ്സലാമലൈക്കും, ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നത്, ജിനിത്ത വ്ളോഗ് നിർത്തിയോ, ഡെയിലി വ്ളോഗ് മിസ് ചെയ്യുന്നുണ്ട്, എവിടെ 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 ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ വ്ളോഗ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, 1-2 വ്ളോഗൊക്കെ ഉണ്ട്. പക്ഷെ ഒരു റീസ്റ്റാർട്ട് ചെയ്യാനേ ഭയങ്കര മടി വന്നേക്കുക. പിന്നെ വെക്കേഷൻ അങ്ങോട്ട് പോകല് ഇങ്ങോട്ട് പോകല് അങ്ങനെ എല്ലാ കാര്യങ്ങളും ആയില്ലേ, അതുകൊണ്ടുള്ള പ്രശ്നം ഒക്കെ ആട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രൈൻഡർ കേട് വന്നിട്ടുണ്ടായിരുന്നു. പുതിയത് മേടിച്ചതാണ് കേട്ടോ. ഇത് നമ്മൾ ബിസ്മിന്ന് പോയിട്ട് മേടിച്ചതാണ് കേട്ടോ. ഏതിൻ്റെയാണ് ഇപ്പോൾ, അയ്യോ ഏതാണെന്നുള്ളത് ഞാൻ പ്രീതി ഇത് അവിടെ കണ്ടില്ലേ. അപ്പോൾ പ്രീതിയുടെ ഗ്രൈൻഡറാണ് കേട്ടോ നമ്മൾ മേടിച്ചത്. പർപ്പിൾ കളർ, ഞാൻ ലാവൻഡർ ആണെന്ന് വിചാരിച്ചു. ഇതൊരു പർപ്പിൾ പോലത്തെ കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് അല്ലേ. അപ്പോൾ ആദ്യം വാങ്ങിച്ചതും പച്ചരി ഒന്ന് ആട്ടിയെടുത്തിട്ട് അത് കളയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 10-15 മിനിറ്റ് നമ്മൾ ആട്ടിയെടുത്ത ശേഷം ആ ഒരു മാവിനെ കളഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വാഷ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഇഡ്ഡലിക്ക് ആട്ടാൻ വേണ്ടിയിട്ട് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. 6 to 8 മണിക്കൂറെങ്കിലും നമ്മൾ അരി കുതിർക്കാൻ വേണ്ടി വെള്ളത്തിലിടണം. 6 മണിക്കൂർ മസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഓവർനൈറ്റ് ഇട്ടാൽ മതി. അപ്പം നമുക്ക് ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല, സമയമാവും ചെയ്യുമല്ലോ. അങ്ങനെ ഇഡ്ഡലിക്ക് ഞാൻ ആട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്കറിയാലോ, ഞാൻ എപ്പോഴും ഉഴുന്ന് മിക്സിയിലാണ് ആട്ടാറ്. അങ്ങനെ നമ്മൾ അരി ഉഴുന്നൊക്കെ സെറ്റാക്കി കേട്ടോ. പിന്നെ പിറ്റേ ദിവസം ഈദും ആയില്ലേ. അപ്പം അതിൻ്റെ തിരക്കും കാര്യങ്ങളും. നൈറ്റ് തന്നെ നമ്മൾ പായസം, സാലഡ്, ചിക്കൻ ഫ്രൈക്ക് വേണ്ടി മസാല പുരട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കായ്ച്ചാറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പകുതി പണികൾ നൈറ്റ് തന്നെ തീർത്തു. നമ്മൾ പെണ്ണുങ്ങൾക്കും വേണ്ടേ ഒരു പെരുന്നാൾ എന്നും പറഞ്ഞ്. മറ്റേത് ഞാൻ ഫുള്ള് പണി എന്നാവുമ്പോഴേ ഭയങ്കര ഹെവി ആയിട്ടുണ്ടാവും കേട്ടോ എനിക്ക്. എന്നാലും നമുക്ക് പണി തന്നെയാണ് പെരുന്നാൾ എന്ന് പറയുമ്പോൾ. എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി അങ്ങനെ എന്താ പറയുക, കഴിക്കാനും എല്ലാം കൊടുക്കുമ്പോൾ അത്യാവശ്യം ഹെവി ടാസ്ക് തന്നെയാണ് വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം അല്ലേ. പിന്നെ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഹഗ്ഗും കാര്യങ്ങളൊക്കെ ചെയ്ത് ഈദ് മുബാറക്ക് പരസ്പരം പറഞ്ഞ് പിന്നെ ഫസ്റ്റ് തന്നെ സ്വീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ എന്നോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അന്ന് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റിയൊരു സാഹചര്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ കുട്ടികളും അവിടെ പോലും ഇവിടെ പോലും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഇത്രയും ആയിട്ട് വൈകിയത് ശരിക്കും പറഞ്ഞാൽ കേട്ടോ. പിന്നെ അവർ പള്ളിയിൽ നിന്ന് വരുമ്പോൾ തന്നെ നമ്മൾ കുളിച്ചൊക്കെ റെഡിയായി പുതിയ ഡ്രസ്സൊക്കെ മാറ്റി നമുക്കൊരു ചെറിയ രീതിയിൽ പെരുന്നാളൊക്കെ വരുത്തണ്ടേ. പുതിയ ഡ്രസ്സ് ഇട്ടാലെങ്കിലും ഒരു പെരുന്നാളൊക്കെ നമുക്ക് വരുത്തണ്ടേ. പണ്ട് മൈലാഞ്ചിയൊക്കെ ഇടുമായിരുന്നു. ഇപ്പോൾ പിന്നെ മൈലാഞ്ചിൻ്റെ ഏർപ്പാടൊന്നും ഇല്ല കേട്ടോ. കാരണം മൈലാഞ്ചി ഇട്ടിട്ട് അത് ഉണങ്ങാൻ വേണ്ടി കുറേ സമയം കൈവെക്കാനുള്ള സമയം നമുക്കില്ല, അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ മൈലാഞ്ചി പെടാറില്ല. അങ്ങനെ ഇതാ നമ്മൾ പായസമൊക്കെ എല്ലാവർക്കും വിളമ്പി എല്ലാവർക്കും കൊടുത്തു. കസിൻസ് കാണാൻ വരും നിസ്കാരം കഴിഞ്ഞിട്ട്. അങ്ങനെ അവരും കുറച്ച് നേരം വീട്ടിൽ വന്നിരുന്ന് സ്പെൻഡ് ചെയ്ത് കുറച്ചു നേരം സംസാരിച്ച് അതൊരു വൈബാണ് അല്ലേ. പണ്ട് എല്ലാവരും വരുമായിരുന്നു. ഇപ്പോൾ ആൾക്കാരുടെ എണ്ണം ഇങ്ങനെ കമ്മിയായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ ഓരോരുത്തരുടെ ഫാമിലി അറ്റാച്ച്മെന്റ് കുറയും. പിന്നെ അതുപോലെ ആ കൂട്ടുകുടുംബം എന്നുള്ളൊരു വൈബ് പോയി കിട്ടുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പണ്ടത്തെ പോലെയല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ. ഈ പണ്ട് പറയുമ്പോൾ എനിക്കിപ്പോൾ ഒരു 19 വയസ്സൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. എൻ്റെ കുട്ടിക്കാലത്ത് അത്യാവശ്യം അടിപൊളി പെരുന്നാളായിരുന്നു. അതായത് കുറേ ആൾക്കാർ കൂടും. രാവിലെ തന്നെ ബിരിയാണി വെച്ച് ഒരു 10-12 മണിയാകുമ്പോഴത്തേന് ബിരിയാണി കഴിച്ച് പിന്നെ നമ്മൾ കുടുംബക്കാരുടെയൊക്കെ വീട്ടിൽ വിസിറ്റ് ചെയ്യാൻ പോയി. അത് ശരിക്കും പറഞ്ഞാൽ പെരുന്നാൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമാണ്. ഇപ്പോഴത്തെ പെരുന്നാൾ ബിരിയാണി കഴിച്ച് ഒരു ഉറക്കം, ഇതാണ് ഇപ്പോഴത്തെ പെരുന്നാളിലെ ശരിക്ക്. അങ്ങനെ പെരുന്നാളൊക്കെ കഴിഞ്ഞു ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ല. ഇതിന് പിറ്റേ ദിവസത്തെ പരിപാടികളാണ്. ഇതിന് ഗസ്റ്റ് ആയിട്ട് ഫ്രണ്ട്സ് അങ്ങനെ ആരെയും വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കുട്ടികളും ഞാനാണെങ്കിലും പിന്നെ നമ്മുടെ കസിൻസ് ഉണ്ടായിരുന്നു, വേറെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ കൂടുതലായിട്ട് എനിക്ക് അന്നത്തെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്താ പറഞ്ഞാൽ കുറച്ച് കാലമായില്ലേ ഞാൻ വീഡിയോ എടുത്തിട്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ ഇങ്ങനെ മറന്ന് പോവുമായിരുന്നു കേട്ടോ. അങ്ങനെ പെരുന്നാളിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം വീട്ടിലൊക്കെ പോകണം. അപ്പം അതിന് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെക്കാറുണ്ട് പൊതുവേ. അരി ഉഴുന്നു ആട്ടി വെക്കുക, ഇഡലിക്ക് വേറെ, ദോശക്ക് വേറെ, അങ്ങനെ
ആക്കി വെക്കും. പിന്നെ രസം ഉണ്ടാക്കി വെക്കും, പിന്നെ സാമ്പാർ കുറച്ചുണ്ടാക്കി വെക്കും. അതായത് ഡിഫറെൻറ്റ് കറികൾ കുറച്ച് കുറച്ച്, ഒരു കറി നിറയെ ഉണ്ടാക്കണേക്കാട്ടിലും നല്ലത് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. പിന്നെ ഉമ്മാക്ക് ആവശ്യത്തിനടുത്ത് ചൂടാക്കി കഴിക്കാമല്ലോ. വരുന്ന വരെ അല്ലെങ്കിലും ഞാൻ പോയി ഒരു 2-3 അല്ലെങ്കിൽ ഒരു 3 ദിവസത്തിനൊക്കെ ഉള്ള ഫുഡ് റെഡിയാക്കി വെക്കാറുണ്ട്. പിന്നെ ചോറ്, ഉപ്പേരി ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയല്ലോ. പിന്നെ ചിക്കൻ ഫ്രൈക്ക് വേണ്ടി ഒന്ന് മസാല ആക്കി വെക്കും. പിന്നെ അയാൻകുട്ടി ഇപ്രാവശ്യം വീട്ടിലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ബിരിയാണി ഉണ്ടാക്കി വെക്കുക വിചാരിച്ചിട്ട് ആ ഒരു പ്ലാനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ മൈൻഡിൽ. ബിരിയാണി ഉണ്ടാക്കി വെച്ചാൽ പിന്നെ കുട്ടികൾക്ക് അറിയാലോ, അത് ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ ഹാപ്പി. ചിക്കൻ ഫ്രൈ ഉണ്ടെങ്കിൽ അവർ ഹാപ്പി. അതുകൊണ്ട് ഫുഡിൻ്റെ പ്രശ്നമല്ല. പൊതുവെ അവന് ഈ വെറും ചോറ് കഴിക്കണേ കുറച്ച് ടാസ്ക്കാണ്. അപ്പം ഞാൻ അതൊന്നും ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഗ്രൈൻഡർ കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായി വാഷ് ചെയ്ത് നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് ഞാൻ ആ ടേബിളിൽ വെച്ചിട്ട് തന്നെ ആട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് പവർ പ്ലഗ് വേണം. അപ്പോൾ ഇപ്പോൾ ഉള്ളതിന് ഞാൻ ലൈറ്റ് വെച്ചേക്കുവാണ് കേട്ടോ. അത് കാരണം ഇപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ കിച്ചണിൽ ഒരു 3-4 പവർ പ്ലഗെങ്കിലും വേണം. ഇവിടെ 2 എണ്ണമാണ്. ഒന്നിൽ പിന്നെ അത് അങ്ങോട്ട് ശരിയാവണില്ല. ഞാൻ കുറേ നോക്കി, സ്പാർക്കൊക്കെ വരുന്നു. അപ്പോൾ അത് അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റാവുന്നില്ല. പിന്നെ ഇതാ ഇവിടെ വെച്ചിട്ട് അരി ഇട്ട് കൊടുത്തു കേട്ടോ ആദ്യം. പിന്നെ ഉഴുന്ന് ഈ പറഞ്ഞ പോലെ സമയത്തിൻ്റെ ലഭ്യത എന്നാണോ പറയുക, അത് കുറവായത് കാരണം നമ്മൾ മിക്സിയിൽ തന്നെ ഇതാക്കി. ടേബിൾ കണ്ടപ്പോൾ ടേബിളിൽ നിന്ന് എന്തൊക്കെ വലിയ വീഴുന്നത് അല്ലേ. ഇനിയിപ്പോൾ കുറച്ച് ദിവസം എടുക്കും ഇതൊക്കെ ഒന്ന് സെറ്റായി വരാൻ. ഞാനൊന്ന് കണ്ടിന്യൂ ആയിട്ട് വ്ളോഗ് എടുക്കാനും എനിക്ക് കുറച്ച് ദിവസം എടുക്കും. പക്ഷേ ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഡെയിലി വ്ളോഗ് ഇടും കേട്ടോ. അപ്പോൾ നമ്മളെ മറക്കരുത്, നമ്മളിവിടേക്ക് തന്നെയുണ്ട്. കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ റിപ്ലൈ കൊടുക്കാൻ ഒരു സാഡായ കാരണം കേട്ടോ ഞാൻ റിപ്ലൈ കൊടുക്കാത്തത്. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ യൂട്യൂബ് ഇതൊക്കെ തുടങ്ങിയിട്ട് ഇത്രയും ഒരു ഗ്യാപ്പ് വന്നത് എന്തെങ്കിലും അത്രയും ഇതിലൊക്കെയാണ് എന്നല്ലാണ്ട് വേറെ വെറുതെ മടി പിടിച്ചിട്ടൊരു ഗ്യാപ്പ് എനിക്ക് വന്നിട്ടില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മടി പിടിച്ച ഗ്യാപ്പാണ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ടീപ്പോയിൽ കുറച്ചധികം തന്നെ പൊടി ഉണ്ടായിരുന്നു. അതിനൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് വന്നു കേട്ടോ. പിന്നെ പാല് വന്നു. അപ്പോഴേക്കും ഇനി നമുക്ക് ചായക്ക് വെക്കണം. കറണ്ട് അടുപ്പാണ് ഇപ്പം ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യണത്. അല്ലാത്ത യൂസ് ചെയ്യാനൊരു പേടിയാണ്. ഗ്യാസ് കിട്ടുമോ എന്നുള്ള ടെൻഷൻ നല്ലോണം ഉണ്ട്. അതുകൊണ്ട് തന്നെ വേഗം കറണ്ട് അടുപ്പിലാണ് ഞാൻ ചായ ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ഇക്ക കൊണ്ടുവന്ന ഈ പ്രസ്റ്റീജിൻ്റെ ആണ്. ഇത് ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചായ വെക്കാൻ, പാല് തിളപ്പിക്കാൻ, കറി ഉണ്ടാക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്, ഷാലോ ഫ്രൈ ചെയ്യാൻ, ഡീപ്പ് ആയിട്ട് ഫ്രൈ ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇഡ്ഡലിയൊക്കെ 10 മിനിറ്റ് കൊണ്ട് വേഗം തനിയെ ഓഫാകും. കുക്കറിന് സ്പെഷ്യലായിട്ട് ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ പല ഓപ്ഷനും ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ബിരിയാണി അടക്കം ഇതിൽ വെച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം ചായ വെച്ചു, പിന്നെ പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഈസി കുക്ക് കിട്ടിയപ്പം എനിക്ക് ഭയങ്കര ആശ്വാസം തോന്നിയിട്ടോ. ഭയങ്കര ടെൻഷൻ ഫ്രീ ആയി. കാരണം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഒരൊറ്റ സിലിണ്ടറേ ഉള്ളൂ. അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും പടച്ചോനെ. സിലിണ്ടർ ബുക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞു 45 ദിവസം ആവാണ്ട് കിട്ടില്ല. ഇപ്പോഴൊക്കെ മാറി തോന്നുന്നു കേട്ടോ. ഇത് ആ ഒരു ഫസ്റ്റ് ടൈമിലാണ് കേട്ടോ ഞാൻ പറയണേ. ആവാണ്ട് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനായി. പിന്നെ എന്തോ ഭാഗ്യം കൊണ്ട് നമുക്ക് ഒരു സിലിണ്ടർ കിട്ടി. അത് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും നമ്മളൊന്ന് കൺട്രോൾ ചെയ്യണം, നല്ലതാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. കറണ്ട് പോകുമ്പോൾ എന്തായാലും പിന്നെ നമുക്ക് നമ്മുടെ സ്റ്റവ് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മൾ ചായ വെക്കണതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് അരി ഉഴുന്നും ആടിയതും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചൊരു ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് നോമ്പ് സമയത്ത് ഞാൻ ഇച്ചിരി തടി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെയാണ് ഒരു 5 കിലോളം ഞാൻ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ പോയി ഒരു 5-6 ദിവസം ഇരിക്കുമ്പോഴത്തേന് അതിൽ 1.5 കിലോ കൂടും ചെയ്തു. ഒന്നാമത് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ്, പണിയെടുക്കാനും മടിയാണ്, അതുപോലെ വർക്കൗട്ട് ചെയ്യാനൊക്കെ മടിയാണ് കേട്ടോ. എല്ലാവരും എന്നെപ്പോലെ തന്നെ ആണോ എന്ന് അറിഞ്ഞാൽ ഒന്ന് കൊള്ളായിരുന്നു. കുറേ ആൾക്കാർ അങ്ങനെ ഉണ്ട് എന്ന് അറിയാം, പക്ഷെ എന്താണെന്ന് അറിയില്ല അല്ലേ അങ്ങനത്തെ ഒരു സംഭവം.
എന്താ നിങ്ങളെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ എനിക്ക് തൈറോയിഡ് അത്യാവശ്യം നല്ലപോലെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ തടി കൺട്രോളിൽ എനിക്ക് കിട്ടണമെങ്കിൽ അത്രയും ഞാൻ കഷ്ടപ്പെടണം കേട്ടോ, എന്നാൽ തന്നെ എനിക്ക് കൺട്രോളിൽ വരുള്ളൂ. ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം മരുന്ന് കഴിക്കുന്നുണ്ട്, അവിടെ പോയാലുണ്ടല്ലോ ഈ മരുന്ന് കഴിക്കാനും മടിയാണ്. അതാണ് വലിയൊരു രസം. ഇവിടുന്ന് കറക്റ്റായി മരുന്ന് കഴിച്ച് വർക്കൗട്ടിനൊക്കെ പോയി സെറ്റാക്കി വെക്കുക. ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ അവിടെ പോയി നിന്നാൽ ഒരു 2 കിലോ 3 കിലോ എന്തായാലും കൂടും. ഇപ്രാവശ്യം ആ കൂടൽ ഇച്ചിരി കൂടി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അരി ഉഴുന്നൊക്കെ ആട്ടിക്കഴിഞ്ഞ് ഇവിടേക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അതുപോലെ കുറേ പാത്രങ്ങളൊക്കെ കഴുകാൻ ഉണ്ട് കേട്ടോ. ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ വ്ളോഗ് കുറേ ദിവസമായില്ലേ എടുത്ത് വെച്ചിട്ട്. അതുകൊണ്ട് ഈ വ്ളോഗിൽ എന്താ നടക്കുന്നതെന്നുള്ളത് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഞാൻ ഇതിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി. പക്ഷെ ഈ പറഞ്ഞ പോലെ വോയിസ് ഓവർ കൊടുക്കാൻ ഇപ്പോഴും ഇതാ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേന് പിള്ളേർ സൗണ്ടും അതും ഇതൊക്കെ ആയിട്ട് ഞാൻ പോയി ഇടയ്ക്കിടയ്ക്ക് വഴക്ക് പറഞ്ഞിട്ടാണ് വരുന്നത് കേട്ടോ. ആളിനെ ചില സമയത്ത് ഗെയിമൊക്കെ നല്ല സൗണ്ടിൽ കളിക്കും, അപ്പോൾ ദേഷ്യം വരൂല ആർക്കാണെങ്കിലും. അങ്ങനെ നമ്മൾ ഒരു പൊടി സാമ്പാർ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഇതാ ആദ്യം തന്നെ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്, പരിപ്പൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്, വാഷ് ചെയ്തിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ആക്കിയിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇതിൽ പിന്നെ എല്ലാ ഓപ്ഷനും ഉള്ളതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ ഈസി ആയിരുന്നു കേട്ടോ. പിന്നെ അതൊന്ന് വിസിലടിച്ചിട്ട് വരുമ്പോഴത്തേക്കും ഈ ഭാഗത്തൊക്കെ ഒന്ന് പോയി അടിച്ചു വാരി എടുക്കുന്നുണ്ട്. അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അല്ലേ. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാം. വെക്കേഷൻ എങ്ങനെ പോകുന്നുണ്ട്, ചൂടുണ്ടോ തണുപ്പുണ്ടോ? വെയിറ്റ് ലോസ് ചെയ്യേണ്ടവർക്ക്, ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മാസമാണ് ഏപ്രിലും മെയ്യും എന്ന് എനിക്ക് മാർച്ച് ഏപ്രിൽ മെയ് ഈ 3 മാസം നമുക്ക് മാക്സിമം വർക്കൗട്ട് ചെയ്തിട്ട് നമ്മുടെ വെയിറ്റ് മാക്സിമം കുറക്കുക. കാരണം നമുക്ക് ദാഹമായിരിക്കും കൂടുതൽ, വിശപ്പല്ല. പിന്നെ നമുക്ക് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ നല്ലപോലെ വിയർത്ത് നമ്മുടെ ബോഡിയൊക്കെ സെറ്റാവും. അപ്പോൾ വിയർക്കണതിനനുസരിച്ച് നമ്മൾ വെള്ളം കുടിക്കും, മെറ്റാബോളിസം കൂടും, ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറയ്ക്കണം എന്ന് ആഗ്രഹമുള്ളവർ എന്തായാലും ട്രൈ ചെയ്യാം മാക്സിമം. ഞാനിപ്പം വീട്ടിൽ നിന്ന് തിരിച്ചു വന്ന ശേഷം 3-4 ദിവസമായി ജിമ്മിൽ പോകുന്നുണ്ട്. അപ്പൊ തന്നെ നമുക്ക് മെന്റലി ഒരു റീഫ്രഷ് ആയ പോലെ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ഒരു മെഡിസിൻ തന്നെയാണ് സംഭവം. അപ്പോൾ ഞാനിതാ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് സെറ്റാക്കി ബോട്ടിൽ നിറച്ച് കഴുകി പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇനി എന്താണ്, കുറേ പേര് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, വീഡിയോ എന്താ ഇടാത്ത ജിനിത്ത, വീഡിയോ എന്താ ഇടാത്ത എന്നുള്ളത്. ഇതൊക്കെ തന്നെയായിരുന്നു വീഡിയോ ഇടാത്തതിൻ്റെ റീസൺ. പിന്നെ ഞാൻ ഒന്ന് ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഞാൻ പിന്നെ ഡെയിലി വ്ളോഗ് ഇടും. അതുകൊണ്ട് ട്രാക്കിൽ കയറാൻ കുറച്ച് മടി പിടിച്ചിട്ടിരിക്കുന്നതാണ്. നമുക്ക് സെറ്റാക്കാം കേട്ടോ എല്ലാം. അങ്ങനെ എന്താ നമ്മൾ കുറച്ച് വെജിറ്റബിളും കാര്യങ്ങളും മല്ലിയില ഇതൊക്കെ ഒന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജൊക്കെ ശരിക്കും തന്നെ ക്ലീൻ ചെയ്യാനായിട്ടുണ്ട്. പോയി വന്ന ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ മുളക് ചട്നി അരയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അരച്ചെടുത്ത് നമ്മൾ ദോശ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ദോശ പിന്നെ എന്തായാലും ഇതിലല്ലേ ഉണ്ടാക്കൂ. പിന്നെ കറി ഉണ്ടായിരുന്നു, അതിനെ ഒന്ന് ചൂടാക്കിയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അതിനുശേഷം ഇതാ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് മുളക് ചട്നി അവിടെ സെറ്റാക്കി നമ്മുടെ ദോശമാവ് ഇതാ വേഗം ഞാൻ ദോശ ഒന്ന് പരത്തി എടുക്കും ചെയ്യുന്നുണ്ട് കേട്ടോ. റോസ്റ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനിയിപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ കൊടുത്ത് ഞാൻ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്തായാലും നമ്മുടെ ബ്ലോഗ് വഴി അറിയിക്കുക. ചൂടുണ്ടോ, എന്താണ് അവസ്ഥ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇനി എന്തെല്ലാം സംസാരിക്കണം എന്നൊന്നും എനിക്ക് അറിയണില്ല. കുറച്ച് കാലമായതിൻ്റെ സ്റ്റാർട്ടിങ് ട്രബിള്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ഇതാ സ്റ്റക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കറിയും റെഡി. നമ്മുടെ കായച്ചാറാണ് കേട്ടോ, പെരുന്നാളിന് ഉണ്ടാക്കിയ കായച്ചാറ് ബാക്കി ഉണ്ടാവുമല്ലോ, അതാണ് ഞാൻ ചൂടാക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. പിന്നെ ഇതാ റോസ്റ്റ് ചുട്ടെടുത്തു. കായച്ചാറും ഇഡ്ഡലി കായച്ചാറ്, ദോശ, നെയ്ച്ചോറിലേക്ക് കായച്ചാറ് ഒക്കെ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഞാനും ഉമ്മ ഇരുന്നിട്ട് ഫുഡെല്ലാം കഴിച്ചു. എൻ്റെ അടുത്ത് പാരൻസ് എവിടെ, ഉമ്മ എവിടെ, ഉപ്പ എവിടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ആർക്കും പ്രോബ്ലംസ് ഒന്നുമില്ല ഹെൽത്തിനൊന്നും. അപ്പോൾ നോമ്പ് സമയത്ത് നമ്മൾ ഒരുപാട് കാണിക്കേണ്ട വിചാരിച്ചിട്ടായിരുന്നു. ഇനിയും പഴയ പോലത്തെ വ്ളോഗുകളൊക്കെ ആയിട്ട് തന്നെയാണ് വരിക കേട്ടോ. പക്ഷെ എപ്പോഴും നമ്മുടെ ഫേസൊക്കെ കാണിച്ചു
വെച്ചിട്ടുള്ള വ്ളോഗ് ഞാൻ കമ്മിയാക്കാൻ പോവുകയാണ്. നിങ്ങളുടെ അഭിപ്രായം പറയുക കേട്ടോ. ഇതാ വേഗം ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമുള്ള ചായയൊക്കെ റെഡി. അപ്പം ഞാൻ കാണിച്ചു തരാം ഇതിൽ എങ്ങനെയാണ്, എത്രത്തോളം ഈസി ആണെന്നുള്ളത് കേട്ടോ. അടിയിൽ വെള്ളം ഉണ്ടോ ചെക്ക് ചെയ്തതാണ്. അപ്പോൾ ഇതാ ഇതിനനുസരിച്ച് നമുക്ക് കുറയ്ക്കാം. അപ്പം അത് തനിയെ ഇങ്ങനെ പൊങ്ങും, തനിയെ ഇങ്ങനെ താഴും ചെയ്യും. ആ ഒരു ഇതിനനുസരിച്ചിട്ട് അങ്ങനെ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. ഇനി കപ്പിലോട്ട് എടുക്കണം. പിന്നെ ചായ കുടിച്ച ശേഷം ഇന്ന് എനിക്ക് ഒത്തിരി കുക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ. കുറച്ച് ബിരിയാണി ബാക്കിയുണ്ടായിരുന്നു, കായ്ച്ചാറും ബാക്കിയുണ്ട്. പിന്നെ ഇച്ചിരി വെറുംചോറ് വെക്കണം. അതിലേക്ക് നമുക്ക് ഉപ്പേരി എന്തെങ്കിലും വെക്കണം കേട്ടോ. പിന്നെ ഫ്രൈയും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഒരു ബാക്കി ഉള്ള സംഭവങ്ങളാണല്ലോ. അപ്പം ഞാനിതാ കുറച്ച് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി കുക്കറിലിട്ട് കഴുകിയിട്ട് ഇതാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കർ എന്നുള്ള ഓപ്ഷന് അതിൽ സെലക്ട് ചെയ്താൽ കറക്റ്റ് ഒരു വിസിൽ മതി, അത് കറക്റ്റായിട്ട് വരും. പിന്നെ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ബീൻസാണ് കേട്ടോ ഞാൻ എടുത്തിരുന്നത്. ഇതിൻ്റെ 2 ഞെട്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതിനെ കുഞ്ഞു കുഞ്ഞു പീസാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. നമ്മുടെ ചോപ്പറിൽ വിടാം കേട്ടോ, പക്ഷെ അത് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പം അത് കറക്റ്റ് റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വരും കേട്ടോ. അല്ലാണ്ട് ചോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബീൻസ് ആണോ പയറാണോ എന്ന് അറിയില്ല കേട്ടോ അതിൻ്റെ ഷേപ്പ് കാണുമ്പോൾ. പിന്നെ അതാ അതിന് ഇച്ചിരി ഉള്ളിയും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഒരു ഷാലോ പോലെ ഇങ്ങനെ ഫ്രൈ പതുക്കെ വേവിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ അതിലേക്ക് തേങ്ങയിടുക. കടുക് പൊട്ടിച്ചിട്ടില്ല, അതിന് പകരം ഞാൻ വെളിച്ചെണ്ണ ഇച്ചിരി ഒഴിച്ചിട്ട് പതുക്കെ അങ്ങനെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണം. ഉപ്പേരി വെക്കാനും ഒക്കെ സൂപ്പറാണ് ശരിക്ക്. നമ്മുടെ ഇങ്ങനത്തെ ഈസി കുക്ക് പെട്ടെന്ന് അടി പിടിക്കുമല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ഇപ്പം ഇല്ലാഞ്ഞിട്ടാ. ഇനിയിപ്പോൾ ഞാൻ കുറേ കാലം ഇത് യൂസ് ചെയ്തപ്പം എനിക്ക് കംഫർട്ട് ആയതാണോ എന്നും അറിയില്ല. അപ്പൊ എന്തായാലും ഞാൻ ഇതിൽ ഹാപ്പി ആയിരുന്നു. പിന്നെ പരിപ്പിച്ചാറും വെച്ചെടുക്കുന്നുണ്ട്. ഇത് ഞാൻ വീട്ടിലേക്ക് പോണതിന് മുമ്പേ ഇവിടെ കുറച്ച് കറി ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കറിയാണ് ഇത്. പിന്നെ അതുപോലെ കുറച്ച് പൊടി സാമ്പാറും ഉണ്ടാക്കി രസവും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ പരിപ്പിച്ചാറൊക്കെ റെഡിയാക്കി ഇച്ചിരി മല്ലിയിലൊക്കെ ഇട്ട് ഒന്ന് താളിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് റെഡി. പിന്നെ ഇതാ ഒന്ന് എല്ലാവിടെയും ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയും കൂടി എടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ കഴിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ബിസി ആയിട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മളൊരു സ്വീറ്റ് റെസിപ്പിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. കസ്റ്റാർഡ്. എന്നോട് കസ്റ്റാർഡ് എങ്ങനെയാണ് ഈ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടണമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പാലിതാ തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ കസ്റ്റാർഡിൻ്റെ പൊടിൻ്റെ ആ ഒരു പാക്കറ്റിൽ തന്നെ അതിൻ്റെ കറക്റ്റ് മെഷറിങ് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. എത്ര പാലിന് എത്ര പൊടി വേണം എന്നുള്ളത്, ആ പൊടി കലക്കാൻ എത്ര പാല് അല്ലെങ്കിൽ എത്ര വെള്ളം വേണം എന്നുള്ളതൊക്കെ ഉണ്ട്. അതുപോലെ ശരിക്കും ഉണ്ടായി കഴിഞ്ഞാലുണ്ടല്ലോ കറക്റ്റായിട്ട് വരും. ശരിക്കും പറഞ്ഞാൽ 1/2 സ്പൂണിലേക്ക് 2-4 ടേബിൾ സ്പൂൺ ആണ്. അതിൽ പറഞ്ഞ പോലെയാണ് ഞാൻ എപ്പോഴും എടുക്കാറ് കേട്ടോ. അങ്ങനെ അത് അവിടെ അങ്ങ് മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ നട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഡ്രൈ നട്ട്സും കാര്യങ്ങളൊക്കെ ഈത്തപ്പഴം എടുത്ത് ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ നോമ്പിന് ഉണ്ടാക്കിയ ഐറ്റമാണ്. ഞാൻ ജസ്റ്റ് ഇതിൽ വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ബദാം ക്യാഷ്യൂ ഇങ്ങനത്തേക്ക് ഒന്ന് കട്ട് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഇനി മ്യൂസിക് ആഡ് ചെയ്ത് വിടുകയാണ്. കുറേ കാലമായില്ലേ ഞാൻ സംസാരിച്ചിട്ട്. അപ്പോൾ വായിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വായിക്ക് എന്താ ഈ പറയുക. ഓക്കെ, അങ്ങനെ ആയിട്ടുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ. നമ്മുടെ വ്ളോഗ് പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ. എന്നും കാണുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്.